ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഒരുപാട് ടിപ്സിനെ പറ്റിയിട്ട് ഇതിനോടകം വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ടിപ്സ് നോക്കി നമ്മുടെ ചാനലിലെ കമ്മ്യൂണിറ്റി ടാബ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. കാരണം ഒരുപാട് പേരുടെ സക്സസ് സ്റ്റോറീസ് ഞാൻ ചാനലിലെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഫേവറബിൾ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ടിപ്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇവിടെ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് പിസ്തയെ പറ്റിയിട്ടാണ്. ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് പിസ്ത ഉപയോഗിക്കുന്നത് വഴി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എന്തെല്ലാം ബെനിഫിറ്റുകളാണ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി സമയത്ത് ഒരുപാട് സ്ട്രഗിളിംഗ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡിൽ കൂടെ ആയിരുന്നു ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. കുഞ്ഞിന് തുടക്കത്തിൽ തന്നെ ഒരുപാട് ഡിഫക്ട്സ് കുഞ്ഞിനുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു പ്രശ്നമൊന്നും ഇല്ലാന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അമിനിയോസിന്തസിസ് ഒക്കെ ചെയ്തിട്ട് കുഞ്ഞിന് പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് അടുത്തതായിട്ട് കൊറോണ വന്നു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിന്റെ ഗ്രോത്ത് പുറകോട്ടേക്ക് പോകാൻ തുടങ്ങി. നിങ്ങൾക്കറിയാലോ, ഗ്രോത്ത് എത്തിയൊരു കുഞ്ഞ് പിന്നെ ആ ഗ്രോത്തിന് പുറകോട്ടേക്ക്, ആ ജസ്റ്റേഷൻ ഏജിനനുസരിച്ചിട്ട് ഗ്രോത്ത് ഇല്ലെങ്കിൽ കുഞ്ഞിന് നേരത്തെ സെക്ഷൻ ചെയ്ത് പുറത്തേക്ക് എടുക്കേണ്ടി വരും. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ പലതരം ഒരു ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ കൂടെ ആയിരുന്നു ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. ആ സമയത്ത് കുഞ്ഞിന്റെ ഗ്രോത്ത് കുറഞ്ഞപ്പോഴേക്കും എനിക്ക് സ്കാൻ ചെയ്ത് എൻ്റെ ഡോക്ടർ റെഫർ ചെയ്ത കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. ചാനലിൽ ഒരുപാട് പേർക്ക് ഞാനത് ഷെയർ ചെയ്തും കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഫോളോ ചെയ്ത ഒരു ടിപ്പ് എന്ന് പറയുന്നത് പിസ്തയാണ്. പിസ്ത കഴിച്ചിട്ട് ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ചെക്കപ്പിന് പോയപ്പോഴേക്കും കുഞ്ഞിന് പിന്നെയും ഗ്രോത്ത് കൂടാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ എന്തെല്ലാം ന്യൂട്രിയൻസ് ആണ് ഇതിലുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇത് പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് കുഞ്ഞിന്റെ വളർച്ച കൂട്ടുക മാത്രമല്ല, പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ആളുകൾക്കും ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ. ഇത് ഉപയോഗിക്കുമ്പോൾ സ്ത്രീകൾക്കും പുരുഷനും ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം കേട്ടോ. ഏറ്റവും ആദ്യമായിട്ട് ഇതിൽ ഫോളിക് ആസിഡിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള ഒരു എഗ്ഗിന്റെ ഫോർമേഷന് വേണ്ടിയിട്ടും സെൽ ഡിവിഷനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് ഫോളിക് ആസിഡിന്റെ സപ്ലിമെന്റ്സ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് പോലെ തന്നെ ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ഇതിൽ അയേണിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അയൺ നമ്മുടെ മെൻസ്ട്രേഷൻ റെഗുലേറ്റ് ചെയ്യുന്നതിനും ബ്ലഡിന്റെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കുന്നതിനും വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പല ആളുകൾക്കും പീരിയഡ്സ് ആകുന്ന സമയത്ത് ഒട്ടും തന്നെ ബ്ലഡ് പോകാറില്ല. ചിലർക്ക് ബ്ലീഡിങ് ആയെങ്കിൽ എന്നതിന്റെ ചെറിയൊരു അടയാളം മാത്രം കാണിച്ചു തന്നിട്ട് നിൽക്കാറാണ് പതിവ്. അങ്ങനെ പോകുന്ന സമയത്ത് പലർക്കും ചില ആളുകളൊക്കെ എന്താ പറയാ, നല്ലതായിട്ടാണ് കാണുന്നത്. കാരണം ബ്ലീഡിങ് കുറച്ചല്ലേ ഉള്ളൂ, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ നമുക്ക് പോകുന്ന രക്തം നോർമലായിട്ട് അത് പോയിട്ടില്ല എങ്കിൽ അത് ഇതുപോലെ അയോണിന്റെ ഡെഫിഷ്യൻസി ഒക്കെ ശരീരത്തിൽ ഉണ്ടാവുന്നത് കൊണ്ടാണ്. അനീമിക് ആവുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ എഗ്ഗിന്റെ ക്വാളിറ്റി കുറയും, എൻഡോമെട്രിയൽ ലൈനിങ്ങിന്റെ തിക്നെസ് കുറയും, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാവും കേട്ടോ. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അത് ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അടുത്തതായിട്ട് ഇതിൽ ഒമേഗ 3യുടെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒമേഗ 3 നമുക്ക് ഹോർമോണൽ ഇറഗുലാരിറ്റീസ് ഒക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. നമ്മുടെ ഹോർമോൺ ബാലൻസ്, ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ടെസ്റ്റോസ്റ്ററോണിന്റെയും ഒക്കെ ബാലൻസ് കൃത്യമായിട്ട് ശരീരത്തിൽ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഒമേഗ 3 സഹായിക്കുന്നു. ഒപ്പം ശരീരത്തിലെ ഇൻഫ്ലമേഷൻസ് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ടും ഒമേഗ 3 കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് ഇതിൽ വിറ്റമിൻ ഡിയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിനെയും അതുപോലെ മറ്റുള്ള ശരീരത്തിലെ അവയവങ്ങളുടെ ഒക്കെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ശരീരത്തിൽ ഉണ്ടാകുന്നവർക്ക് അത് അവരുടെ ഫെർട്ടിലിറ്റിയും സാരമായിട്ട് അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. വിറ്റമിൻ ഡി നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് സൺ എക്സ്പോഷറിൽ നിന്നാണ്. പക്ഷെ നമ്മൾ പലരും തന്നെ സൺസ്ക്രീൻസ് യൂസ് ചെയ്യുന്നവരുണ്ട്, അതുപോലെ വെയിലത്ത് ഒരുപാട് ഇറങ്ങാത്തവരുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പിസ്ത ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്തത് ഇതിൽ സിങ്കിന്റെ കണ്ടന്റ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് ഹെൽത്തി എഗ്ഗിന്റെ ഫോർമേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് മെഡിസിൻസ് എടുത്തത് പൊട്ടിക്കുന്നത് പോലെയല്ല നമ്മൾ നാച്ചുറലായിട്ട് ഇത്തരത്തിലുള്ള ടിപ്സ് ഫോളോ ചെയ്തിട്ട് അത് റപ്ചർ ആക്കുന്നത്. കാരണം നാച്ചുറലി നമ്മളത് ചെയ്യുമ്പോഴേക്കും കൃത്യമായിട്ട് FSH ഹോർമോണും LH ഹോർമോണും ഈസ്ട്രജൻ ഹോർമോണും ഒക്കെ കൃത്യമായിട്ട് വന്നിട്ട് അത് അങ്ങോട്ട് റപ്ചർ ആകും. അങ്ങനെ ആകുമ്പോഴേക്കും നമ്മൾ പ്രഗ്നന്റ് ആകാനായിട്ട് അതിൽ നിന്നും ആ ഒരു ഓവുലേഷനിൽ നിന്നും നമ്മൾ പ്രഗ്നന്റ് ആകാനായിട്ടുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ടിപ്സ് നിങ്ങൾ കൂടുതലും ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. എന്ന് വെച്ചിട്ട് മെഡിസിൻസ് എടുക്കരുതെന്നല്ല കേട്ടോ, ഒട്ടും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. മെഡിസിൻസ് നിങ്ങൾ എടുക്കണം, ഒപ്പം ഇതുപോലുള്ള ടിപ്സും കൂടി നിങ്ങൾ ഫോളോ ചെയ്യണം കേട്ടോ. അടുത്തതായിട്ട് ഇതിൽ ഫൈറ്റോ കെമിക്കൽസ് ആൻഡ് ഹെൽത്തി ഫാറ്റ്സ് ഉണ്ട്. ഇത് നമ്മളുടെ ഹോർമോൺസ് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ഇതിനകത്ത് ഒരുപാട് ആന്റി ഓക്സിഡൻസിന്റെ കണ്ടന്റ്സ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
നമ്മുടെ എഗ്ഗിനെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൺസെപ്ഷന്റെ സാധ്യത ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുമൂലം ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യുന്നത് വഴിയാണ്. മെൻസ്ട്രൽ സൈക്കിൾ കൃത്യമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പ്രഗ്നൻസി കിട്ടുകയുള്ളൂ. പീരിയഡ്സ് ഒരുപാട് നീണ്ടുപോയി എന്ന് വിചാരിച്ചിട്ട് സന്തോഷിക്കാനായിട്ട് നമ്മൾ പാടില്ല. കാരണം ബ്ലീഡിങ് എപ്പോൾ വരുന്നോ ആ സമയം മുതലാണ് അടുത്തൊരു പ്രോസസ്സ് അവിടെ നടക്കുന്നത്. ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ എൻഡോമെട്രിയൽ ലൈനിങ് നമുക്ക് അവിടെ ഷെഡാകും. അത് ഷെഡായി പോയിട്ട് വേണം അടുത്തൊരു ലൈനിങ് നമുക്ക് അവിടെ ഗ്രോ ആകാൻ വേണ്ടിയിട്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് നടക്കേണ്ട പ്രോസസ്സാണ് എഗ്ഗ് വളരണം, അത് നാച്ചുറലി മൂപ്പെത്തി അത് റപ്ചർ ആകണം. അതുകൊണ്ട് പീരിയഡ്സിന് നമ്മൾ ഒരിക്കലും നിസ്സാരവൽക്കരിച്ച് കാണാനായിട്ട് സാധിക്കില്ല കേട്ടോ. ഒപ്പം നല്ലതുപോലെ ഗ്രോത്ത്, അതായത് ആ ഒരു അണ്ടത്തിന് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ആ ഒരു ഓവുലേഷൻ സമയവും അതുപോലെ തന്നെ ഇംപ്ലാന്റേഷൻ നടക്കണമെങ്കിൽ ലൂട്ടിയൽ ഫേസും കൃത്യമായിട്ട് തന്നെ ഒരു രീതിക്ക് പോകണം. അതിന്റെ ഒരു ബാലൻസ് നല്ല രീതിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നത് വഴി സഹായിക്കും കേട്ടോ. മെൻസ്ട്രേഷൻ റെഗുലർ അല്ലാത്തവർക്ക്, അതായത് 21-നേക്കാളും കുറവും 35-നേക്കാളും കൂടുതലുമായിട്ട് മെൻസ്ട്രേഷൻ പോകുന്ന ആളുകൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഇതിൽ വിറ്റമിൻ ഇയും വിറ്റമിൻ B6ന്റെയും കണ്ടൻസ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നന്നായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആയിട്ടുള്ള യൂട്രസും ഫെലോപ്പിയൻ ട്യൂബും ഓവറീസും അതുപോലെ നമ്മുടെ സെർവിക്സും വജേനയും ഒക്കെ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിറ്റമിൻ ഇയുടെ കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് കിട്ടുന്നത് ഇതിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതും പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീനാണ്. ഇത് നമ്മുടെ സെല്ല് റിപ്പയർ ചെയ്യുന്നതിനും ഗ്രോത്തിന് വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ മെൻസ്ട്രൽ സൈക്കിള് റെഗുലേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ഇതിൽ ഫൈബറിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഫൈബർ നമ്മുടെ ദഹനം നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ട് കൊടുക്കുന്നു. ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. വെയിറ്റ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. ഈ നട്ട്സ് ഒക്കെ കഴിക്കുന്നവർക്കറിയാം, അത് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചധികം നേരത്തേക്ക് നമ്മുടെ വയറ് ഭയങ്കര ഹെവി ആയിരിക്കും. അതായത് ഒന്നും കഴിക്കാനായിട്ട് പിന്നെ ഒന്ന് പെട്ടെന്നൊരു വിശപ്പുണ്ടാവില്ല. നമ്മൾ കഴിക്കുന്നത് വളരെ കുറച്ചാണെങ്കിലും അത് കഴിക്കുമ്പോൾ വയറൊന്ന് നിറഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. ഇങ്ങനെയാണ് ഈ ഫൈബർ നമ്മുടെ വെയിറ്റ് റിഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്കെടുത്ത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമ്മുടെ വെയിറ്റ് കൂടുന്നത്. അതൊന്ന് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസസ് ഉള്ളവർക്കും അതിൻ്റെതായിട്ടുള്ള രീതിക്ക് വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഹോർമോണൽ ഇംബാലൻസസ് ഉള്ള ആളുകൾ ഫുഡ് കഴിച്ചിട്ടല്ല വണ്ണം വെക്കുന്നത്, അവരുടെ ഹോർമോൺസിന്റെ ആ ഒരു പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം കൊണ്ടാണ് അവർ വണ്ണം വെക്കുന്നത്. അത് റെഗുലേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ഇനി പുരുഷന്മാർക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് കിട്ടുന്നതെന്ന് നോക്കാം. പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, ഫൈബർ ഉണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ പുരുഷന്റെ സ്പേമിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ് കേട്ടോ. അടുത്തതായിട്ട് ഇതിൽ ആർജിനിന്റെയും അതുപോലെ അമിനോ ആസിഡിന്റെയും കണ്ടൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ജെനിറ്റൽ പാർട്സിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂടിയാൽ മാത്രമേ കണ്ടിന്യൂസ് ആയിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നവരുണ്ട്, ഫെർട്ടൈൽ ടൈം പീരീഡ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നവരുണ്ട്. അവർക്ക് ഈ ഒരു ജെനിറ്റൽ പാർട്സിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടിയാലേ പിന്നെ സ്പേം സെൽസിന്റെ പ്രൊഡക്ഷൻ നല്ല ആക്റ്റീവായിട്ട് നടക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഒരുപാട് പുരുഷന്മാർ ഫിസിക്കലി ആക്റ്റീവ് അല്ലാതിരിക്കുന്നവരുണ്ട്. അതായത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നതല്ല ഉദ്ദേശിച്ചത്, വർക്കൗട്ട്സ് ചെയ്യാതെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഹെൽത്തി ഇറക്ഷന് വേണ്ടിയിട്ടും ഹെൽത്തി സ്പേമിന് വേണ്ടിയിട്ടും ഈ അമിനോ ആസിഡും ആർജിനിന്റെ കണ്ടന്റും സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ഇതിൽ ആന്റി ഓക്സിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇത് സ്പേമിന്റെ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നേരത്തെ എഗ്ഗിൽ പറഞ്ഞതുപോലെ തന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്ന് എഗ്ഗിനെയും സ്പേമിനെയും നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഫ്രീ റാഡിക്കൽസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് പുരുഷന്മാർക്കും വെയിറ്റ് മാനേജ്മെന്റിന് ഇത് സഹായിക്കുന്നുണ്ട്. പുരുഷനാണെങ്കിൽ തന്നെ ഓവർ വെയിറ്റ് ആയി പോയി കഴിഞ്ഞാൽ അത് സ്പേമിന്റെ ക്വാളിറ്റി അഫക്ട് ചെയ്യാനായിട്ടും അതിന്റെ വോളിയത്തിനെ അഫക്ട് ചെയ്യാനായിട്ടും ചാൻസ് ഉണ്ട്. എക്സസ് ആയിട്ട് ഫാറ്റ് ഇഷ്യൂസ് അടിഞ്ഞു കൂടുമ്പോഴേക്കും ഇത് പുരുഷന്മാർക്കും ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കാരണമാകുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ആളുകൾക്കും വെയിറ്റ് മാനേജ്മെന്റിന് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഒപ്പം ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ടെസ്റ്റോസ്റ്റിറോൺ കൂടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഫെർട്ടിലിറ്റി അതിനനുസരിച്ചിട്ട് ഇൻക്രീസ് ആവുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു ഓപ്ഷന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ ഒരു പിസ്ത ഹസ്ബൻഡിനും കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതെങ്ങനെയെല്ലാം യൂസ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ഷേക്സിൽ ഇത് പ്രിപ്പയർ ചെയ്ത് കഴിക്കാം, സാലഡ്സിൽ ഇത് ഇടാം, അതുപോലെ റോ ഫോമിൽ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇനി
ഇത്രയധികം ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഒരുപാട് ഗുണങ്ങളും ഫൈബറിന്റെ കണ്ടന്റും ഉള്ളത് കൊണ്ട് തന്നെ ഒറ്റ ഇരിപ്പിന് ഒരു 10-15 പിസ്ത നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് നമ്മളുടെ വയറിൽ ഡൈജഷൻ ഇഷ്യൂസ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ലൂസ് മോഷൻ, ബ്ലോട്ടിംഗ് പോലുള്ള അസ്വസ്ഥതകൾ നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും ഇത് കൂടുതലായിട്ട് കഴിക്കാനായിട്ട് പാടില്ല. കാര്യം ഇത് ഒരു ചെറിയ വലിപ്പമാണല്ലോ പിസ്തയ്ക്കുള്ളത്. അതുകൊണ്ട് കുറച്ചധികം കഴിച്ചാലും കുഴപ്പമില്ല എന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും തന്നെ. അതുപോലെ തന്നെ ഇതിന്റെ ടേസ്റ്റ് കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ ഇരുന്ന് കഴിച്ചു പോകും. നട്ട്സ് ഒന്നും അങ്ങനെ നമ്മൾ എടുക്കാനായിട്ട് പാടില്ല കേട്ടോ. എപ്പോഴും ലിമിറ്റ് ചെയ്തിട്ട് വേണം ഇതിന്റെ യൂസ് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. 5-6 നട്ട്സ് മാക്സിമം നമ്മൾ ആ ഒരു ഷെല്ല് കളഞ്ഞിട്ട് 5-6 നട്ട്സ് മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അതിലും കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല കേട്ടോ. ഒപ്പം സോൾട്ട് ഒക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുള്ള നട്ട്സ് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള നിങ്ങൾ ഉപയോഗിക്കേണ്ട. കൂടുതൽ സോൾട്ട് ഇട്ട് ഡ്രൈ ഫ്രൈ ചെയ്തിട്ടുള്ളത് അങ്ങനെ ശരീരത്തിന് നല്ലതല്ല. എക്സസ് ആയിട്ട് സോൾട്ട് ശരീരത്തിൽ എത്തുന്നതിന് അത് കാരണമാകും. അങ്ങനെയുള്ള നട്ട്സ് നിങ്ങൾ ഉപയോഗിക്കേണ്ട. സാധാരണ നാച്ചുറൽ ആയിട്ടുള്ള റോസ്റ്റ് ചെയ്തിട്ട് വരുന്ന നട്ട്സ് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ ഫാറ്റ് കൂടുതലുള്ള നമ്മളിപ്പോൾ ഡയറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു പാലിൽ നമ്മൾ ഈ നട്ട്സ് ഒക്കെ ഇട്ട് അടിച്ച് കുടിക്കുന്നത് ആ ഒരു രണ്ടിന്റെയും ഗുണങ്ങൾ ശരീരത്തിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. ഇപ്പൊ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ആ ഫ്രൂട്ട്സും പാലും അതുപോലെ ഈ നട്ട്സും ഒക്കെ ചേർത്തിട്ട് കുടിക്കാനായിട്ടും അങ്ങനെയുള്ള രീതിക്കും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഈവനിങ് സമയത്ത് ഇത് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഗുണം ശരീരത്തിലോട്ട് പെട്ടെന്ന് തന്നെ അബ്സോർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കും. കാരണം നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച് ഒന്ന് ഉറങ്ങിയൊക്കെ പലരും എഴുന്നേറ്റ് കഴിയുമ്പോഴാണ് ഈ നട്ട്സ് ഒക്കെ കഴിക്കുന്നത്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് ഒന്ന് ദഹിച്ചിട്ടുണ്ടാകും. അടുത്തൊരു ഫുഡിന് വേണ്ടിയിട്ട് ശരീരം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ക്രാവിങ്സ് ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും. ആ സമയത്ത് നമ്മൾ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഗുണങ്ങൾ ശരീരത്തിലോട്ട് എളുപ്പത്തിൽ അബ്സോർബ് ആവും കേട്ടോ. അങ്ങനെയുള്ള ഐറ്റംസ് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ പിസ്തയോടൊപ്പം 3-4 ബദാം, 3-4 കാഷ്യൂനട്ട്, 2 ഡ്രൈ ഫിഗ് അങ്ങനെയൊക്കെ നിങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു പ്ലേറ്റ് ആയിരിക്കും. ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഓവറോൾ ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ടും ഒക്കെ അത് ഒരുപാട് സഹായിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.